മനുഷ്യാവകാശ സംഗമം നടത്തി. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ നടവഴി നിഷേധിച്ചെന്നാരോപിച്ചാണ് മനുഷ്യാവകാശ സംഗമം സംഘടിപ്പിച്ചത്. നടവഴി നിഷേധിച്ചെന്ന് ആരോപിച്ചാണ് ചവറ, തേവലക്കര, അരനല്ലൂരിൽ 60ഓളം കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ സംഗമം നടത്തിയത്. DHRM ചെയർപേഴ്സൺ സെലീന പ്രാക്കാനം സംഗമം ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഭരണഘടനാ തത്വങ്ങളും നമ്മൾ അനുസരിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അതിലേറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു വാക്യമാണ് തുല്യനീതി. ആ തുല്യനീതി ഇന്ന് നമ്മുടെ രാജ്യത്ത് നടപ്പിലായിട്ട് 75 വർഷം പൂർത്തീകരിക്കപ്പെട്ടു. 1-2 അല്ല, 75 വർഷം. ഈ 75ാം വർഷം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ 75 വർഷം ഭരണം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇന്നും ഈ ഇരിക്കുന്ന നമ്മളൊക്കെ തൊഴിലാളികൾ തന്നെയാണ്. മത്സ്യത്തൊഴിലാളികളല്ലേ, മുതലാളിമാരല്ലല്ലോ. അല്ല, കേവലം മീൻ പിടിച്ച് അന്നന്ന് പോയി ഉപജീവന മാർഗം കഴിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ. ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരും. അവരെ എങ്ങനെ നമ്മൾ അറിയപ്പെടുന്നത്? ഇന്ന മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ അല്ലേ? അവർ വളർന്നു വരുമ്പോൾ അവരും തൊഴിലാളികളുടെ മക്കളാണ്. ഗ്രാഫ് അങ്ങോട്ട് ഉയരാൻ താല്പര്യം കാണിക്കുന്നില്ല. നടവഴിക്കായുള്ള 17 വർഷത്തെ നിരന്തര പോരാട്ടത്തിൽ 19ഓളം പേർക്കെതിരെ ക്രിമിനൽ കേസുകൾ ചാർജ് ചെയ്തതായും ഇവർ ആരോപിച്ചു. DHRM ചവറ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ചവറ അധ്യക്ഷത വഹിച്ചു. ആ രീതിയിൽ ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ നമുക്കുള്ള പൗരാവകാശമുണ്ട്. നമ്മുടെ ഭരണഘടനയിലൊക്കെ അത് വളരെ വിശദമായിട്ട് അതേ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഭരണഘടനയുടെ 14 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളിൽ മൗലികാവകാശങ്ങളെ പറ്റി പറയുന്നത്. ഒരു പൗരന് മാത്രമേ പറ്റൂ. ഒരു വിദേശി നമ്മുടെ രാജ്യത്തെ ഒരാളുകൾ അല്ലെങ്കിൽ നമ്മൾ വേറെ രാജ്യത്ത് ചെല്ലുമ്പോൾ ഒരു വിദേശിയിൽ നിന്നും നമുക്ക് അവിടെ ലഭിക്കുന്നത് അല്ലെങ്കിൽ വിദേശിക്ക് നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്നത് പൗരാവകാശമല്ല, മനുഷ്യാവകാശമാണ്. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു ലിയോൺസ്, പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് സ്റ്റേറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം ചെട്ടിശ്ശേരി, സന്തോഷ്, ജോയി ക്ലീറ്റസ്, ബിൻസി, സീജ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.